നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയായ മണ്ഡലത്തിൽ ഇതിനോടകം ഒരുക്കങ്ങളും സജീവമാണ്. മുസ്ലിം ലീഗിന്റെ പ്രസ്റ്റീജ് മണ്ഡലമായ ഇവിടെ AKM അഷ്റഫ് തന്നെ ഒരു വട്ടം കൂടി മത്സരിക്കും. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം പിടിച്ചെടുക്കാൻ ഇത്തവണ വനിതാ സ്ഥാനാർത്ഥിയാണ് BJP കളത്തിലിറക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് കൂടിയായ ML അശ്വിനി ഇതിനോടകം വീട് കയറിയുള്ള പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. LDF കരുത്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിനായിരിക്കും കളമൊരുങ്ങുക. KV ബൈജു ചേരുന്നു. ബൈജു, വലിയ ഒരുപക്ഷെ ഏറെ മുന്നോട്ട് തന്നെ കടന്നുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് കടക്കുക, മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് ധാരണയാകുന്ന ഒരു മണ്ഡലമായി മഞ്ചേശ്വരം മാറുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് പുതിയ വാർത്തകൾ വരുന്നത്? സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ധാരണ ഏത് തരത്തിലാണ്? അപർണ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടിയുള്ള ഒരുക്കങ്ങൾ അത് മഞ്ചേശ്വരത്ത് നേരത്തെ തന്നെ ആരംഭിച്ചു എന്നതാണ് ഏറ്റവും ഈ മണ്ഡലത്തെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത്. അതായത് ML അശ്വിനി, BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ML അശ്വിനി അവരുടെ പ്രവർത്തനം വീടുകൾ കയറിയുള്ള ഈ പ്രചരണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ML അശ്വിനി ആയിരിക്കും മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുക. അവർ കാലേ കൂട്ടി തന്നെ ഈ പ്രവർത്തനം ആരംഭിച്ചു എന്നതാണ് അതിലേറ്റവും പ്രധാനം. അതോടൊപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം AKM അഷ്റഫിന് തന്നെ ഒരു വട്ടം കൂടി ഇവിടെ അവസരം നൽകുക. കാരണം AKM അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വീകാര്യതയാണ് കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ മണ്ഡലത്തിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരു പരീക്ഷണത്തിന് ഒരുങ്ങാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AKM അഷ്റഫും അതുപോലെ തന്നെ ML അശ്വിനിയുമുള്ള നേർക്കുനേർ പോരാട്ടം അതായിരിക്കും ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാണാൻ സാധിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിലൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു മണ്ഡലമാണ് പലതരത്തിൽ. അത് BJPയുടെ ആയാലും LDFന്റെ ആയാലും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ആയാലും. അതിൽ ഏറ്റവും പ്രധാനം മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസ് തന്നെയാണ്. K. സുരേന്ദ്രൻ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കോഴ നൽകിയെന്ന വിവാദം, ആ കേസ് വലിയ തോതിൽ ചർച്ചാ വിഷയമായി. ഇതിലിപ്പോൾ സുരേന്ദ്രൻ ഉൾപ്പെടെ കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടെങ്കിലും ആ ചർച്ച ഇപ്പോഴും സജീവമാണ്. അതോടൊപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം MC കമറുദ്ദീൻ MLA ഇത്തരത്തിൽ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ഉൾപ്പെടുകയും ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇത്തരത്തിൽ വോട്ട് മറിക്കുന്നു എന്ന ഒരു ആരോപണമാണ്. അത് നേരത്തെയൊക്കെ CPM സമ്മതിച്ചുള്ള ഒരു കാര്യമാണ്. കാരണം BJPയെ പരാജയപ്പെടുത്താൻ ഇത്തരത്തിൽ വോട്ടുകൾ മറിക്കും, അത് UDF-നെ വോട്ട് മറിക്കും എന്ന തുറന്ന പ്രസ്താവനയൊക്കെ ഉണ്ടായ ഒരു മണ്ഡലം. അങ്ങനെ പലതരത്തിൽ കർണാടകയോട് അടുത്ത് കിടക്കുന്ന അതിർത്തി പങ്കിടുന്ന ഈ മണ്ഡലം വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൂടി തകൃതിയായി നടക്കുന്ന ഒരു മണ്ഡലമാണ് ഏതായാലും മഞ്ചേശ്വരം മണ്ഡലം. എന്തായാലും വാശിയേറിയ പോരാട്ടം ഈ മണ്ഡലത്തിൽ നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CPM-ൽ ഈ LDF-ൽ കരുത്തരായ ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ അത് ശക്തമായ ത്രികോണ മത്സരത്തിനായിരിക്കും കളമൊരുങ്ങുക. അതല്ലെങ്കിൽ നേർക്കുനേർ UDF-ഉം അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള പോരാട്ടം. കഴിഞ്ഞ തവണ 745 വോട്ടുകൾക്കാണ് ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതിനു തൊട്ടു മുൻപ് വെറും 89 വോട്ടിനാണ് K. സുരേന്ദ്രൻ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയുണ്ട്. ഇത്തവണ ഈ മഞ്ചേശ്വരം മണ്ഡലം പിടിച്ചെടുക്കുക, അത് തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷ്യം. കേരളത്തിൽ ഒരുപക്ഷെ ഫസ്റ്റ് ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറയുന്ന BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. അത് അശ്വിനിയിലൂടെ, ഒരു വനിതാ സ്ഥാനാർത്ഥിയിലൂടെ പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് BJPയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. അത്തരത്തിലുള്ള RSSന്റെ കൂടി പൂർണ്ണ പിന്തുണയോടുകൂടി കൃത്യമായ എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കുന്ന പോലുള്ള ഒരു പ്രവർത്തനമാണ് മഞ്ചേശ്വരത്ത് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അശ്വിനി ഇത്തരത്തിൽ വീടുകൾ കയറിയുള്ള പ്രചരണം, അതോടൊപ്പം AKM അഷ്റഫ് തന്റെ വികസന നേട്ടങ്ങൾ, അത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടി AKM അഷ്റഫ് മൊത്ത എതിരാളിയായി തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. എന്നാലും മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. അത് നേരത്തെ തന്നെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ അത് ചർച്ചാ വിഷയമാകുന്നു എന്നാണ്
ഈ മണ്ഡലത്തെ പ്രത്യേകതയാക്കുന്നത്. ഏതായാലും 8 പഞ്ചായത്തുകളാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. അതിൽ 3 പഞ്ചായത്ത് UDF-നാണ്, 4 പഞ്ചായത്ത് LDF-നാണ്. LDF എന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തിൽ ടോസിലൂടെയാണ് BJP-യും LDF-ഉം തുല്യമായിരുന്നു. അങ്ങനെ ടോസിലൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത്. മറ്റൊരു പഞ്ചായത്തിൽ LDF-ൽ UDF-ന്റെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് പോയാൽ അവിടെ സ്വതന്ത്ര വിജയിച്ചത്. അതുകൊണ്ട് തന്നെ BJP ഉൾപ്പെടെയുള്ള പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ളത് നിലവിൽ ഇത്തരത്തിൽ സ്വതന്ത്രയാണ്. അങ്ങനെ 8 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മഞ്ചേശ്വരം തീ പാറുന്ന മത്സരം അത് തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപർണ. KV ബൈജു, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കപ്പിനും ചുണ്ടിനും ഇടയിലൊക്കെ വിജയം നഷ്ടപ്പെടുന്ന ഒരു മണ്ഡലം എന്ന ഒരു ഖ്യാതിയും ദുർഖ്യാതിയും ഒക്കെ ഉള്ള സ്ഥലം കൂടിയാണ് മഞ്ചേശ്വരം. ഈ വോട്ടിന്റെ വില അറിഞ്ഞിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും മഞ്ചേശ്വരത്ത് മത്സരിച്ചവർ തന്നെ, കെ സുരേന്ദ്രൻ അടക്കമുള്ളവരൊക്കെ തന്നെ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പലപ്പോഴും ദേശീയപാതയുടെ തകർച്ച, അങ്ങോട്ടുള്ള യാത്രകൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാകുമ്പോഴും ശബരിമല അതിനേക്കാളൊക്കെ മുകളിൽ ഒക്കെ വലിയ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായി മാറി വോട്ട് നിർണയിച്ച ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായ സ്ഥലം കൂടിയാണ് മഞ്ചേശ്വരം. അങ്ങനെ ഇത്തവണ പ്രധാനപ്പെട്ട എന്ത് വിഷയങ്ങളൊക്കെയാണ് വരുന്നത് രാഷ്ട്രീയപരമായിട്ടും സാമുദായികപരമായിട്ടും ഒക്കെ മഞ്ചേശ്വരത്ത് ഈ 3 മുന്നണികളും തയ്യാറെടുക്കുമ്പോൾ പോലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ട് നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്താണ്? അപർണ, BJP-യെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് ദേശീയപാത നിർമ്മാണം തന്നെയാണ്. അതിന്റെ പൂർണ്ണമായും ക്രെഡിറ്റ് BJP തന്നെയാണ് അവകാശപ്പെടുന്നത്. അതായത് ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ തലപ്പാടിയിൽ നിന്നാണ് ദേശീയപാത, പുതിയ 6 വരി പാത ആരംഭിക്കുന്നത്. അവിടെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുഴുവൻ ഇടങ്ങളിലും ദേശീയപാത പ്രവൃത്തിയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. അത് ദേശീയപാത അതോറിറ്റി കൈമാറിയിരിക്കുന്ന സാഹചര്യമാണ്. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും BJP അവകാശപ്പെടുന്നു. ആ രീതിയിലുള്ള പ്രചരണം BJP-യുടെ ഭാഗത്തുണ്ടാവും. ഒപ്പം ശബരിമലയിലെ പുതുതായി വന്ന വിവാദങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയേക്കാം. അതോടൊപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും, മുസ്ലിം ലീഗിനെ AK മഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഘടകം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് എന്നതാണ്. ഈ കർണാടക സർക്കാരുമായി AK മഷ്റഫിന് നല്ല ബന്ധമാണ്. അവിടെയുള്ള മന്ത്രിമാരായാലും അവിടെയുള്ള ആളുകളായാലും എല്ലാം നല്ല ബന്ധമാണ്. നമ്മൾ ഈ ശിരൂരിലൊക്കെ നമ്മൾ കണ്ടതാണ്. AK മഷ്റഫിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ കേരളത്തിൽ നിന്നൊരു മലയാളി ഇത്തരത്തിൽ പുഴയിലെ ലോറി ഉൾപ്പെടെ പുഴയിലേക്ക് ഒഴുകിപ്പോയ സാഹചര്യത്തിൽ വലിയ തോതിൽ ഏകോപനം നടത്താൻ മുൻകൈയിട്ട് ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ സ്വീകാര്യത AK മഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേടാൻ കഴിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി നിലവിലെ കർണാടക സർക്കാരിന്റെ ഒരു പിന്തുണയോടുകൂടി വലിയ തോതിൽ ഇവിടെ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് UDF-ഉം അത് വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിക്കൂട്ടിലാണ്, അല്ലെങ്കിൽ പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഈ ഭരണവിരുദ്ധ വികാരം ഒരുപാട് ഉയർന്നു നിൽക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. കാരണം നല്ലൊരു ചികിത്സാ സൗകര്യങ്ങൾ പോലുമില്ല. അത്തരത്തിൽ നിരവധി വാർത്തകളൊക്കെ കഴിഞ്ഞ തവണയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഈ അതിർത്തി അടച്ചാൽ, കർണാടക അതിർത്തി അടച്ചാൽ മഞ്ചേശ്വരത്തുള്ളവർക്ക് ചികിത്സ പൂർണ്ണമായും നിഷേധിക്കുന്ന സാഹചര്യമാണ്. അവർക്ക് കണ്ണൂർ ജില്ലയിലെ പരിയാരത്തേക്ക് എത്തണം, അതായത് മണിക്കൂറുകൾ താണ്ടി ഇവിടെ എത്തേണ്ട ഒരു സാഹചര്യം. അങ്ങനെ 13 പേർ കോവിഡ് കാലത്ത് ഈ അതിർത്തി അടച്ചപ്പോൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇനിയും മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ സജ്ജമാക്കാൻ സാധിച്ചിട്ടില്ല. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലാണ് ഈ മെഡിക്കൽ കോളേജ് വരുന്നതെങ്കിലും അത് പൂർണ്ണതോതിൽ സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കർണാടകയെ ആശ്രയിക്കുന്ന ഒരു ജനതയാണ് മഞ്ചേശ്വരത്തുള്ളത്. സംസ്ഥാന സർക്കാർ വലിയ തോതിലുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് മഞ്ചേശ്വരത്ത് ഇത്തരത്തിൽ കൂടുതലായി എത്തിയിട്ടില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. അത് ആ ഒരു കാര്യം ഉയർത്തിക്കാട്ടിയായിരിക്കും UDF-ഉം അതുപോലെ തന്നെ BJP-യും പ്രചരണത്തിന് ഇറങ്ങുക. അതിപ്പോഴേ തന്നെ അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ്. മെഡിക്കൽ കോളേജിൽ ഒരു സൗകര്യവുമില്ല, കിടത്തി ചികിത്സ പോലും ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജ്. ഈ ചെറിയ രോഗം വന്നാൽ പോലും ചികിത്സിക്കാൻ കഴിയാത്ത അവസ്ഥ, രാത്രികാല ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ കർണാടകയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ജനത മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കന്നഡ വിഭാഗക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതോടൊപ്പം മുസ്ലിം വിഭാഗങ്ങളും കൂടുതലുമായുള്ള സ്ഥലം തന്നെയാണ്. അതായത് ന്യൂനപക്ഷ, ഇത്തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതലായുള്ള ഇടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് AK മഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ഈ അശ്വിനിയെ അങ്ങനെ ചെറുതായി കാണാൻ പറ്റില്ല. കാരണം മഹിളാ മോർച്ചയുടെ സജീവ പ്രവർത്തകയായിരുന്നു. ദേശീയ തലത്തിലുള്ള വലിയ പിന്തുണ അവർക്കുണ്ട്. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടമൊക്കെ അശ്വിനിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. യുവാക്കളെ സ്വാധീനിക്കാൻ അശ്വിനിക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അശ്വിനിയുടെ പ്രവർത്തനം ആ രീതിയിലാണ്. ജില്ലാ പ്രസിഡന്റ്
പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങനെ ഒരു മേൽക്കൈ കൂടി അശ്വിനിക്ക് ലഭിക്കുന്നുണ്ടെന്നതാണ് അതിന് ഏറ്റവും പ്രധാനം. ഏതായാലും അത്തരത്തിലൊരു പ്രവർത്തനം അശ്വിനിയും നടത്തുന്ന സാഹചര്യമുണ്ട്. ഈ AK മഷ്റഫ് ആകട്ടെ താൻ ഇതുവരെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് ഇത്തരത്തിൽ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പ്രചരണത്തിൽ സജീവമാണ്. എല്ലാ ഇടങ്ങളിലും ഏതെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കുമ്പളയിൽ ദേശീയ പാതയുമായി ബന്ധപ്പെട്ട ഒരു ടോൾ സ്ഥാപിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ആ നീക്കങ്ങൾക്കെതിരെയൊക്കെ ശക്തമായി മുന്നോട്ട് വന്നത് AK മഷ്റഫ് MLA ആണ്. അങ്ങനെ ജനകീയ വിഷയങ്ങളിലുള്ള സജീവ ഇടപെടലും ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശിരൂർ ഉൾപ്പെടെയുള്ള ഈ ഒരു ദുരന്തത്തിൽ AK മഷ്റഫിന്റെ നേതൃത്വത്തിലുണ്ടായ പ്രവർത്തനം അതൊക്കെ ചൂണ്ടിക്കാട്ടി AK മഷ്റഫും മണ്ഡലത്തിൽ സജീവമാണ്. എന്തായാലും വലിയ തോതിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ അട്ടിമറികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് സെമി ഫൈനലും ഇപ്പോൾ ഫൈനലും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഒരുമിച്ച് ഈ പ്രചരണം കൊണ്ടുപോകുന്ന ഒരു തന്ത്രം ബൈജു. അതായത് അപ്പോൾ ബൈജു നേരത്തെ തന്നെ ഈ പറഞ്ഞു വരുന്ന പോലെ തന്നെ നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തോൽവി മൂന്ന് മുന്നണിക്കും അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വാർഡുകളിലും പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുള്ളൂ. അത് അവിടുത്തെ ഒരു പൾസ് ഏത് തരത്തിലാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ ഉള്ള റിസൾട്ടുകൾ അല്ലാത്തതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലാണ് കാണുന്നത്? പ്രത്യേകിച്ച് ലീഗ് ഏത് തരത്തിലാണ് കാണുന്നത്? അവർ അത് വളരെ പ്രധാനമാണ്. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കൂടുതൽ പഞ്ചായത്തുകൾ നേടിയെടുക്കാനാണ് ശ്രമം. കാരണം നിലവിൽ ഇപ്പോൾ BJPക്ക് 8 പഞ്ചായത്തുകളിൽ ഒന്നിലും തന്നെ ഭരിക്കാൻ സാധിച്ചില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിടത്ത് BJPക്ക് മുൻതൂക്കമുണ്ടെങ്കിലും അവിടെ UDFന്റെ പിന്തുണയോടുകൂടി LDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. മറ്റൊരിടത്ത് LDFും UDFും BJPയും തുല്യ നിലയിലാണുള്ളത്. അങ്ങനെ ടോസിലൂടെ LDFും BJPയും തുല്യ നിലയിലാണുള്ളത്. അങ്ങനെ ടോസിനോട് കൂടിയാണ് LDF ഇവിടെ ഭരണം നടത്തുന്നത്. അങ്ങനെ 4 പഞ്ചായത്തുകളിൽ LDF ഭരണം ഉണ്ടാകുമ്പോൾ 3 മാത്രമാണ് UDFന് ഭരണമുള്ളത്. ഇവിടെ SDPയുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ടതാണ്, സജീവമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിലവിൽ SDPI സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SDPI ശക്തമായി മുസ്ലിം ലീഗിനെതിരെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഘടകമായിരിക്കും. ഈ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ അത് സ്പ്ലിറ്റായി പോകാനുള്ള ഒരു സാധ്യത ഈ SDPയുടെ സാന്നിധ്യത്തോടുകൂടി ഉണ്ടാകുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ വാർഡുകളിലും SDPI മത്സരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ തന്നെ SDPI വലിയ തോതിൽ ഇത്തരത്തിൽ കുമ്പള ഉൾപ്പെടെ ഈ വാർഡുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ കൂടുതൽ വാർഡുകളിലേക്ക് SDPI ഇറങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അനുകൂല ഘടകവുമായിരിക്കും. പരമാവധി ഇത്തവണ പഞ്ചായത്ത് പിടിച്ചെടുക്കുക, അത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അതിലൂടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രചാരണം കൂടുതൽ ശക്തമാക്കുക. ഇത്തവണ ഈ ML അശ്വിനിയുടെ കാര്യങ്ങളെടുത്താൽ RSSന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അവരുടെ പ്രവർത്തനം എന്നതാണ് വളരെ ശ്രദ്ധേയം. വിഭാഗീയത, അത്ര വലിയൊരു വിഭാഗീയത BJPയുടെ മറതിക്ക് പുറത്തു കാണാൻ ഇല്ല എന്നതും അവർക്ക് അനുകൂലമായ ഘടകമായി മാറുന്നു. അങ്ങനെയൊക്കെ വലിയ തോതിൽ ഒരു സ്ഥാനാർത്ഥി ചിത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തെളിഞ്ഞ ഒരു മണ്ഡലമായി ഇപ്പോൾ മഞ്ചേശ്വരം മാറിയിരിക്കുന്നു. അത് കർണാടകയിൽ നിന്നുമുള്ള ആളുകൾ ഉൾപ്പെടെ ഈ ഇടപെടൽ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടാകുന്നു. കാരണം പലരും ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ താമസിക്കുന്ന പലരും കർണാടകയെ ആശ്രയിച്ച് നിൽക്കുന്ന അവിടെയാണ് പലർക്കും ജോലിയുള്ളത്, വിദ്യാഭ്യാസമുള്ളത്. നമുക്ക് നോക്കിയാൽ അറിയാം, കുമ്പള വരെയുള്ള പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികൾ കോളേജ് പഠനമൊക്കെ നടത്തുന്നത് മംഗളൂരുവിലാണ്. അങ്ങനെ കർണാടകയെ ആശ്രയിച്ചിരിക്കുന്ന പൂർണ്ണമായും കർണാടകയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഒരുമിച്ച് ഒരേപോലെ പ്രചരണം കൊണ്ടുപോകുക എന്നതിനെയാണ് ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയാണ് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഏകദേശം ധാരണയായതിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഇനി LDFന്റെ സ്ഥാനാർത്ഥിയാണ് ആരെന്നറിയുന്നത്. അത് ഒരു പക്ഷേ അവസാനം മാത്രമേ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകൂ, അല്ലെങ്കിൽ ഒരു നമുക്ക് അത്തരത്തിലൊരു BJPയുടെ ജില്ലാ ഭാരവാഹിയും ഒപ്പം തന്നെ മുൻ സ്ഥാനാർത്ഥി കൂടിയായ രവീഷ തന്ത്രി കൊണ്ടാറും നമുക്കൊപ്പം ചേരുന്നു. മഞ്ചേശ്വരം എല്ലാ കാലത്തും BJPയെ സംബന്ധിച്ചോളം ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷേ അത് ഈ കപ്പിനും ചുടരുമിടയിൽ കൈവിട്ടുപോയ സാഹചര്യങ്ങളുമുണ്ട്. അതെല്ലാം മാറിക്കൊണ്ട് നേരത്തെ തന്നെ BJP തയ്യാറെടുക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള പ്രചാരണം തുടങ്ങുകയാണ് BJP എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏത് തരത്തിലാണ് പാർട്ടി പ്രതികരിക്കുന്നത്? MLA അശ്വിനി, സ്ഥാനാർത്ഥിയാകും ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എന്നുള്ള
എന്നുള്ള വാർത്ത കൂടി ജില്ലാ പ്രസിഡന്റ് തന്നെ നേരിട്ട് വീട് കയറി പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തയൊക്കെ ഏത് തരത്തിലാണ് പാർട്ടി പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒട്ടേറെ പഞ്ചായത്തുകളെ ഭരണം നേടിയെടുക്കുക, അതാണിപ്പോ പാർട്ടിയുടെ പാർട്ടി ഇപ്പോ ഉദ്ദേശം വെച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോ സ്ഥാനാർത്ഥി അശ്വിനി MLA ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ശക്തമായി പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി നിർണയമെല്ലാം ഏത് കോൺഗ്രസ് കൂടി അത് പാർട്ടിയുടെ മേൽഘടകം വിലയിരുത്തി ആ സമയത്തിൽ തീരുമാനിക്കും. ആ തീരുമാനിച്ചതിനെ അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഏതായെങ്കിലും കൂടി ഇപ്രാവശ്യം ഇപ്പൊ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും കൂടി വളരെ ശക്തമായിട്ട് ഓരോ പഞ്ചായത്തുകളും കൂടി കേന്ദ്രീകരിച്ച് ആ പഞ്ചായത്തിൽ വാർഡിൽ കൂടി ഒരു വോട്ടാണെങ്കിലും കൂടുതൽ എടുക്കുന്ന അങ്ങനത്തെ സ്ഥാനാർത്ഥിനെ നിശ്ചയിച്ചുകൊണ്ടാണ് ഇപ്പൊ പാർട്ടി മുന്നോട്ട് പോകുന്നുള്ളത്. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തകരെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടി മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നുള്ളത്. ഈ ML അശ്വിനി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം താങ്കൾക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ദൂരെയാണ് നിൽക്കുന്നത്. പക്ഷേ അത് തള്ളിക്കളയാനും കഴിയുകയില്ല, അങ്ങനെയാണോ? അല്ല, ആരെയും കൂടി തള്ളിക്കളയാൻ കഴിയൂല. പറഞ്ഞാല് പാർട്ടി തീരുമാനിച്ചതാണ്. ഇപ്പൊ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം ML അശ്വിനിയെ ലോക്സഭ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു. അതിന് പാർട്ടി പൂർണ്ണമായിട്ട് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തു. അതുപോലെ നാളെ സ്ഥാനാർത്ഥി ആയിട്ട് വന്നാൽ കൂടി പാർട്ടിയിലുള്ളത് താമര അടയാളം മാത്രം. താമര അടയാളം ആര് മത്സരിച്ചാലും കൂടി പാർട്ടി ഒന്നിച്ചിട്ട് നിൽക്കും. പിന്നെ ഭിന്നിപ്പുകളെല്ലാം അത് അങ്ങനെ മാധ്യമ ദൃഷ്ടിയിൽ ഭിന്നിപ്പുകൾ ഉണ്ടെന്ന് വന്നാലും കൂടി പാർട്ടിയിൽ അങ്ങനത്തെ ഒരു ഭിന്നിപ്പുകൾ കൂടിയില്ല. എല്ലാവരും ഒന്നിച്ചിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ടും കാസർഗോഡുമായി ബന്ധപ്പെട്ടും BJPക്കകത്ത് ചില കാലഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ടും സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്. അത് താങ്കൾ തന്നെ മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടാണ്. അതെ, ആര് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ ഈ പറഞ്ഞ പോലെ താമരയായിരിക്കും അതിനകത്ത് പ്രധാനമായി ഉണ്ടാകുക, അങ്ങനെയാണോ? തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്നല്ലേ ഞങ്ങളിപ്പോ ML അശ്വിനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയാവുമ്പോ ഇവിടെയുള്ള എല്ലാ നേതാക്കളും അതുപോലെ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് അത്രയും കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞത്. അപ്പൊ ആ ഒത്തൊർമ്മ ഇപ്പോഴും കൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ML അശ്വിനി പ്രസിഡന്റ് ആയ ശേഷം കൂടി എല്ലാരെയും ഒന്നിച്ചിട്ട് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം BJP ഈ പ്രതീക്ഷ നിൽക്കുമ്പോഴും ലീഗ് ഒരിക്കലും ലീഗിൻ്റെ വോട്ട് നില മോശപ്പെടുത്തിയിട്ടില്ല. അത് എല്ലാ കാലത്തും ലീഗിന് കൃത്യമായി കാത്തു സൂക്ഷിക്കാനും പറ്റിയിട്ടുണ്ട്. ലീഗിൻ്റെ പ്രസ്റ്റീജ് മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായിട്ട് BK അഷ്റഫ് തന്നെ വീണ്ടും മത്സരിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. അത് ചെറുതായിട്ട് കാണുന്നുണ്ടോ BJP? അല്ല, തീർച്ചയായിട്ടും ചെറുതായിട്ട് കാണുന്നില്ല. ലീഗും UDFും BJPയും നേരിൽ മത്സരമാണെങ്കിൽ തീർച്ചയായിട്ടും BJP തന്നെ ജയിക്കുന്നത്. പക്ഷെ ഇവരെ ലാസ്റ്റ് മിനിറ്റ് ഏത് തരത്തിൽ കൂടി BJP ജയിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് വരുന്നതിനെ കൊണ്ടാണ് ഇപ്പോ ഈ കാസർഗോഡാണെങ്കിലും മഞ്ചേശ്വരാണെങ്കിലും BJP തോൽക്കുന്നത്. ഇപ്പൊ സുരേന്ദ്രൻജി ഒരു 89 വോട്ടിന് തോൽക്കുമ്പോൾ നടന്ന സംഭവം അത് തന്നെ. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലാത്ത പ്രശ്നത്തിൽ തീർച്ചയായിട്ടും ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസി കൂടി കാസർഗോഡും മഞ്ചേശ്വരും BJP തീർച്ചയായിട്ടും ജയിക്കും. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് വർഷങ്ങൾ കൊണ്ട് ലീഗ് ഒരു വോട്ട് ബാങ്ക് ശക്തമാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദം BJP തള്ളിക്കളയാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവകാശവാദം ആ തരത്തിൽ തന്നെ ഉന്നയിക്കാം. ഒറ്റ കാര്യം കൂടി, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതാരാകും സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടി ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏത് തരത്തിൽ കാണുന്നുണ്ട്? പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് ലീഗിനെ UDFനെ മാത്രമാണോ BJP കാണുന്നത്? CPMൽ നിന്ന് വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഈ ചിത്രം മാറില്ലേ? ഇല്ല, മാറില്ല. എത്ര സ്വീകാര്യത വന്നാലും കൂടി അവര് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോ എത്ര നല്ല കാൻഡിഡേറ്റ് ആയെങ്കിലും കൂടി അവർ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുന്നത് ഇപ്പോ ഇതുവരെ KG മൊറാർജി മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ആടെ LDFന് പ്രസക്തിയില്ല. ലീഗിൽ എത്ര ശക്തമായ സ്ഥാനാർത്ഥി വന്നാലും കൂടി BJPക്ക് BJPയുടെ വോട്ട് ബാങ്ക് ഉണ്ട്.
അത് ഏടി കൂടി നഷ്ടപ്പെടില്ല. ശ്രീ രവിശതന്ത്രികുണ്ടാർ ഒരു ഒറ്റ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ ദയവായി. കാരണം ലീഗിന്റെ MLA എന്നെ നെല്ലിക്കുന്നു നമുക്കൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ ഒരു അല്പസമയം കൂടി ഇതിൽ നിൽക്കണം. ശ്രീ എന്നെ നെല്ലിക്കുന്ന AK അഷ്റഫ് വീണ്ടും സ്ഥാനാർത്ഥിയാകും മഞ്ചേശ്വരത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ ഒരു മുഴം മുന്നേ എറിയുന്നു മഞ്ചേശ്വരത്ത് എല്ലാ പാർട്ടികളും എന്നുള്ള വാർത്തകളാണ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. AK അഷ്റഫ് തന്നെ വരും വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് എന്ന് വരുമ്പോൾ ഇപ്പോൾ BJPയുടെ ജില്ലാ ഭാരവാഹി കൂടിയായിട്ടുള്ള ശ്രീ രവിശതന്ത്രി കുണ്ടാർ പറയുന്നത് ലീഗിനേക്കാളും ഒരു ആത്മവിശ്വാസം BJPക്കുണ്ട് ഈ കാലഘട്ടം കൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് മെച്ചപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഏത് തരത്തിൽ പ്രതികരിക്കുന്നു? പ്രതീക്ഷയും ആശയും എല്ലാവർക്കും നല്ലത് തന്നെയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും ഒക്കെ പ്രതീക്ഷ കൈവടിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ BJPയുടെ ശ്രീ രവീഷ് ചന്ദ്രയ്ക്കുള്ള പ്രതീക്ഷയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കഴിഞ്ഞ എത്രയോ കാലമായി അവർ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷയും ആശയുമാണ് ഇത്. അക്കൗണ്ട് തുറക്കും എന്നൊക്കെ പറയാൻ കേട്ടിട്ട് കാലം എത്രയോ ആയി. അപ്പൊ അതേക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്രാവശ്യം അക്കൗണ്ട് അവർക്ക് തുറക്കാൻ കഴിയുമെന്ന് ഉള്ള ഒരു ചുറ്റുപാടൊന്നുമില്ല, അത് കഴിയുകയുമില്ല. അതാണ് എനിക്ക് മഞ്ചേശ്വരത്തെ കുറിച്ചും കാസർഗോഡിനെ കുറിച്ചും പറയാനുള്ളത്. ശ്രീ എന്നെ നൽകുന്ന AK അഷ്റഫിനെതിരെ കഴിഞ്ഞ തവണ തന്നെ BJP ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചതാണല്ലോ. സ്വാഭാവികമായിട്ടും പ്രചാരണത്തിലും അവരത് തന്നെയായിരിക്കും ഒരു ഫോക്കസ് ആയി എടുക്കുക. മാത്രമല്ല മഞ്ചേശ്വരം BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജ് മണ്ഡലവുമാണ്. ഇനി BJP തോക്കുന്നുണ്ടെങ്കിൽ അതൊരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം കൊണ്ടായിരിക്കും എന്നാണ് നേരത്തെ ശ്രീ രവിശതന്ത്രി പറഞ്ഞത്. അതായത് UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം നടക്കുന്നുണ്ട്. അതാണ് എപ്പോഴും BJPയെ പരാജയപ്പെടുത്തുന്നത് എന്നുകൂടി പറഞ്ഞു. മുസ്ലിം ലീഗ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഉയർത്തുന്ന മതേതരത്വത്തിന് ഈ കാസർഗോഡും മഞ്ചേശ്വരത്തിലും ജനങ്ങളുടെ ഇടയിൽ കിട്ടുന്ന സ്വീകാര്യതയും അംഗീകാരവുമാണ് കാലമിത്രയും ഈ രണ്ട് മണ്ഡലത്തിലും മുസ്ലിം ലീഗിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയമുണ്ട് എന്നുള്ള വാദം പരിപൂർണമായിട്ട് തള്ളുന്നു ലീഗ്. തീർച്ചയായും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് ഒളിച്ചു കളിയുടെ ആവശ്യമില്ല. ഒളിച്ചു കളി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞങ്ങളുടെ എല്ലാ കളിയും പരസ്യമായ കളിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒത്തുകളിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് മണ്ഡലത്തിലെയും ജനങ്ങൾ, എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ, പ്രത്യേകിച്ച് മതേതരവാദികൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണി. ഒന്ന് ദയവായി ഒന്ന് ഹോൾഡ് ചെയ്യണം. ശ്രീ രവിശതന്ത്രി കുണ്ടാർ, മതേതരത്വമാണ് വോട്ട് നിർണ്ണയിക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നു. താങ്കൾ ഈ നേരത്തെ ഉന്നയിച്ച BJP പറയുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നുകൂടി ഒരു പ്രതികരണമുണ്ട്. ദയവായി മറുപടി. തീർച്ചയായിട്ടും ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇല്ലാന്നെങ്കിൽ പിന്നെ UDF നേടുന്ന വോട്ടിന്റെ ഒരു ശതമാനത്തിനായിട്ട് കൂടുതൽ വോട്ട് വരുന്നതാകുമ്പോൾ അത് മനസ്സിലാവുന്നത്. അതിപ്പോ നെല്ലിക്കുഞ്ചിരെ ഒരു പ്രതികരണത്തിന് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഞങ്ങളിപ്പോ പ്രതീക്ഷ വെച്ചത് എങ്ങനെയാണോ ഞങ്ങൾ ആ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, BJPക്ക് ജയിക്കാനുള്ള സാധ്യത ഇല്ല എന്നായെങ്കിൽ ഒരുപക്ഷെ സുരേന്ദ്രൻജി മത്സരിക്കുമ്പോൾ മഞ്ചേശ്വരത്ത് ഞങ്ങൾ ഒരു 89 വോട്ടിന് തോറ്റ ഒരു സാഹചര്യമാണ് വന്നത്. അപ്പൊ എക്കാലത്ത് കൂടി BJPക്ക് ജയിക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. ഞങ്ങൾ ആ ജയിക്കാൻ വേണ്ടിയിട്ട് പാർട്ടികൾ അവരവരെ പ്രവർത്തനം ചെയ്യും. അപ്പോ BJPക്ക് പ്രതീക്ഷയുണ്ട്. BJP ആ പ്രതീക്ഷയിൽ തന്നെ മുമ്പോട്ട് പോകും. നന്ദി. BJP നേതാവ് ശ്രീ രവിശതന്ത്രി കുണ്ടാർ. ഒപ്പം എന്നെ നെല്ലിക്കുന്ന കൂടിയാണ് നമുക്കൊപ്പം പ്രതികരിച്ചത്. വീണ്ടും KV ബൈജു, പ്രതീക്ഷ ലീഗിനും BJPക്കും ഒന്നും ഒട്ടും ചെറുതായിട്ട് തന്നെ നിൽക്കുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി ആരാകും, അത് കൂടി ഇതിനകത്ത് എത്രത്തോളം നിർണായകമാകുന്നു എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടോ? അപർണ, LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയൊന്നും ആണ് മഞ്ചേശ്വരം എന്ന് പറയാൻ ഒക്കില്ല. കാരണം 2006-ൽ CH കുഞ്ഞമ്പു MLA വിജയിച്ച അട്ടിമറി വിജയം നേടിയ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം പിടിച്ചെടുത്താണ്. അത്തരത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കരുത്തനായ സ്ഥാനാർത്ഥി വന്നാൽ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ത്രികോണ മത്സരം വരികയും അതിൽ വലിയ തോതിൽ പ്രവചനാതീതം തന്നെ പറയേണ്ടി വരും മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഫലം. അത്തരത്തിൽ ഏത് രീതിയിലായിരിക്കും ഈ LDF സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചായിരിക്കും എന്തായാലും ഈ പ്രധാനമായും BJPയുടെ പ്രതീക്ഷ, അതല്ലെങ്കിൽ ഈ UDF-ന്റെ പ്രതീക്ഷ അത് മുന്നോട്ട് വരിക. അതിൽ
ഏറ്റവും അവസാനം മാത്രമായിരിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു ധാരണയും നിലവിലില്ല. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്തവണ വാശിയേറിയ ഒരു മത്സരം, അത് കഴിഞ്ഞ തവണ വി പി രമേശനായിരുന്നു സ്ഥാനാർത്ഥിയിരുന്നത്. ശക്തനായ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു വി പി രമേശൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 745 വോട്ടുകൾക്ക് ഏകദേശം അത്തരത്തിൽ ഭൂരിപക്ഷത്തിൽ മാത്രമേ എ കെ എം അഷ്റഫിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കെ സുരേന്ദ്രൻ 2 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടും വലിയ തോതിലുള്ള ആക്ഷേപം ഉയർന്ന മണ്ഡലത്തിലും ഇത്തരത്തിൽ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തനായ സ്ഥാനാർത്ഥി എൽ ഡി എഫിന് വരികയാണെങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് തന്നെയാണ്. ഡയറക്റ്റ് ഉള്ള മത്സരമായി തന്നെ അത് മാറും. അതല്ല, ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് നിർത്തുന്നതെങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാകും. ഏതായാലും ബി ജെ പി നിലവിൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വീടുകൾ കയറി, ഓരോ വീടുകളിലും കയറി ഇറങ്ങിയുള്ള പ്രചരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് മഞ്ചേശ്വരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ വീടുകളിലും അശ്വിനി ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും അശ്വിനിക്ക് സ്വീകാര്യതയുണ്ട്. അതോടൊപ്പം മഞ്ചേശ്വരത്ത് തന്നെ താമസിക്കുന്ന വോട്ടറാണ്, മഞ്ചേശ്വരത്ത് തന്നെ ഉള്ള ആളാണ്. ദേശീയ തലത്തിൽ നല്ല വലിയ ദേശീയ നേതാക്കളുമായി വലിയ ബന്ധമുള്ള ഒരു ആളാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ മഹിളാ മോർച്ച ദേശീയ തലത്തിൽ പ്രവർത്തിച്ചവരാണ്. നേരത്തെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടി ആയിരുന്നു ഈ അശ്വിനി എന്നതും അവർക്ക് വലിയ നേട്ടം തന്നെയാണ്. യുവാക്കൾക്ക് ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് കാണാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടതാണ്. അശ്വിനിയുടെ റോഡ് ഷോയിന് വലിയ തോതിൽ ആൾക്കൂട്ടം വരുന്നത്, അത് പ്രത്യേകിച്ച് യുവാക്കൾ ഉൾപ്പെടെ പുറത്ത് വരുന്ന സാഹചര്യമാണ്. അങ്ങനെ ഇത് എൽ ഡി എഫിന്റെ ഈ വോട്ട് മറിക്കൽ എന്ന ഈ ഒരു ആരോപണം അത് മറികടക്കാൻ അവർ കൃത്യമായ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇത്തവണ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിലുള്ള ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും മഞ്ചേശ്വരത്ത് ഉണ്ടാവുക. ഏതായാലും സ്ഥാനാർത്ഥി ചിത്രം പ്രധാനമായി നേർക്കുനേർ മത്സരം നടക്കുന്ന 2 പാർട്ടിയുടെയും സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. അത്തരത്തിലായിരിക്കും കാര്യങ്ങൾ പോവുക. അതല്ലാതെ പുറത്തു നിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനം. അങ്ങനെയാണ് അശ്വിനിയുടെ പേര് തന്നെ വരുന്നത്. പ്രത്യേകിച്ച് കന്നഡ മേഖലകളിൽ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കുന്നതും മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ അശ്വിനിയുടെ പ്രവർത്തനവും. പലപ്പോഴും ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ജില്ല മൊത്തം പ്രവർത്തിക്കേണ്ട ഒരാളാണെങ്കിലും മഞ്ചേശ്വരത്താണ് ഏറ്റവും കൂടുതലും ഈ അശ്വിനിയുടെ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിനകത്ത് ഏതെങ്കിലും തരത്തിൽ എ കെ എം അഷ്റഫിന് ഒരു തരത്തിലുള്ള എതിർപ്പോ അതല്ലെങ്കിൽ ഒരു വിഭാഗീയതയോ അത്തരത്തിലൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എ കെ എം അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പേര് അവിടെ ഉയർന്നു വരാനുള്ള സാധ്യതയും നിലവിലില്ല. ആ ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് എ കെ എം അഷ്റഫും ഇത്തരത്തിലുള്ള പ്രചരണത്തിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. പരമാവധി ഈ മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും എ കെ എം അഷ്റഫിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു പോരാട്ടം മാസങ്ങൾക്ക് മുൻപ് തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ദൃശ്യമാവുന്നു എന്നതാണ് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളെ നിന്നും മഞ്ചേശ്വരം മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നത്. അതോടൊപ്പം രമേശ് തന്ത്രി കുണ്ടാറും കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കൃത്യമായ പ്ലാൻ അവർക്കുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനം അവർ തുടങ്ങിക്കഴിഞ്ഞു. കാലേക്കൂട്ടി തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ പഞ്ചായത്തുകൾ ഇത്തവണ പിടിച്ചെടുക്കുക. കാരണം കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പഞ്ചായത്തുകൾ വളരെ നേരിയ ഇതിലാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. ഒന്ന് ടോസിലൂടെ ഈ എൽ ഡി എഫിന് ഭരണം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഇത്തവണ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാക്കുക, കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുക, പരമാവധി ആളുകളെ എത്തിച്ച് ഇത്തരത്തിൽ തങ്ങളുടെ അനുകൂലമായ വോട്ടുകൾ, അതായത് ബി ജെ പിക്ക് പരമ്പരാഗതമായ വോട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഈ ഒരു മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുന്നത്. കന്നഡ മേഖലയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കന്നഡ ഏറെ സ്വാധീനിക്കുന്ന കന്നഡ മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് കന്നഡ അറിയുന്ന, കന്നഡയിൽ നിന്നുള്ള മഞ്ചേശ്വരത്ത് നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉയർത്തി കൊണ്ടുവരുന്നത്. അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇവിടെ സ്വീകാര്യരായ അതാത് മേഖലകളിൽ സ്വീകാര്യനായ ആളുകളെ തന്നെ രംഗത്തിറക്കാൻ തന്നെയാണ് ബി ജെ പി തീരുമാനിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയത ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബി ജെ പിക്കകത്ത് അല്ലെങ്കിൽ മറന്നേക്ക് പുറത്തു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നേരത്തെയൊക്കെ വലിയ തോതിലുള്ള ഈ ബി ജെ പിക്കകത്ത് തന്നെ വലിയ തോതിലുള്ള വിഭാഗീയതയൊക്കെ ഉയർന്നു വന്നതാണ്. അത് നമ്മൾ കണ്ടതാണ്. പാർട്ടി ഓഫീസ് പൂട്ടിയിടുന്ന നിലയിൽ, പാർട്ടി പ്രവർത്തകർ തന്നെ പൂട്ടിയിടുന്ന നിലയിലൊക്കെയുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് ബി ജെ പി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് രമേശ് തന്ത്രി കുണ്ടാർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. വലിയ പ്രതിസന്ധിയിലായിരുന്നു. അത് എം എൽ അശ്വിനി രംഗത്ത് വരുന്നതോടുകൂടി, ജില്ലാ പ്രസിഡന്റ് ആകുന്നതോടുകൂടി അത്തരം പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടില്ല. ഒരു പക്ഷേ ചെറിയ തോതിലൊക്കെ പ്രശ്നങ്ങൾ കുമ്പള പഞ്ചായത്തിലൊക്കെ ഉണ്ടാകാം. പക്ഷേ അത് മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് അനുകൂല ഘടകമായി തന്നെ ബി ജെ പി കാണുന്നുണ്ട്. എന്തായാലും എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി അത് ഏറ്റവും അവസാനം മാത്രമേ
മനസ്സിലാകൂ. ആ ഒരു മഞ്ചേശ്വരത്തിന്റെ കൃത്യമായ ഒരു ചിത്രം എത്രത്തോളം ത്രികോണ മത്സരത്തിനായിരിക്കുമോ കളമൊരുങ്ങുക. അതല്ല നേർക്ക് നേർ LDF-ഉം UDF-ഉം BJP-യും തമ്മിലുള്ള പോരാട്ടം. അത് ഈ ചെറിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ട മണ്ഡലം 1000-ന് താഴെ കഴിഞ്ഞ തവണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 89 വോട്ടുകൾക്ക് സുരേന്ദ്രൻ. അതിൽ എടുത്തു പറയേണ്ടത് സുരേന്ദ്രൻ ഒരുപക്ഷെ വിജയിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇത്തരത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി സുന്ദര വരികയും 500-ലധികം വോട്ടുകൾ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അന്ന് മത്സരിക്കാൻ ഇത്തരത്തിൽ പരാജയപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതാണ് പാർട്ടി വിലയിരുത്തൽ. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഇയാളെ ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കോഴ നൽകിയെന്നുള്ള ആരോപണവും അതൊക്കെ ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും അത്തരത്തിലുള്ള കല്ലുകടിയൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഒക്കെ ഒഴിവാക്കി, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി RSSന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഒരു പ്രവർത്തനം അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കാൻ തന്നെയാണ് BJP ഒരുങ്ങിയിരിക്കുന്നത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാവുക എന്തായാലും ഒരു മണ്ഡലങ്ങളിൽ ഒന്ന് മഞ്ചേശ്വരം തന്നെയായിരിക്കും. അത് വടക്ക് നിന്നായിരിക്കുമോ BJP-യുടെ അക്കൗണ്ട് തുറക്കുക എന്നത് വീണ്ടും ഒരു ചോദ്യം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മുന്നണികൾ നടത്തുമ്പോൾ മഞ്ചേശ്വരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തന്നെ ഒരു മുഴം മുന്നേറിയിരിക്കുകയാണ് പാർട്ടികൾ എന്നുള്ള വിവരമാണ്, വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്.